ഇതാരും ചെയ്ത് നോക്കരുത്. ഞാൻ ഫസ്റ്റേ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ കഥയിലെ താരം. ഈ ഒരു സ്പ്രേ കുപ്പി പുരാതനമായി എൻ്റെ വീട്ടിൽ വെറുതെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ, ഇത് വെച്ച് ഉണ്ടാക്കി നോക്കിയാലോ എന്ന പൊട്ട ബുദ്ധിയിൽ നിന്നാണ് ഈ ഒരു സംഭവം ഞാൻ ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഇതിൽ കുറച്ച് മണലിട്ട് കൊടുക്കും. അതിന് വേണ്ടി ഒരു പേപ്പർ ചുരുട്ടിയിട്ട് ഒരു ഹോൾ അതിൻ്റെ ഭാഗം കട്ട് ചെയ്ത് മണലിട്ട് കൊടുത്തു. ഫുൾ അങ്ങോട്ട് പോകാത്തതുകൊണ്ട് എന്ത് ചെയ്തു, ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഫുള്ളായിട്ട് അങ്ങോട്ടും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇതിലൊരു തീനാളം വീണാൽ മതി ഫുള്ളായിട്ട് കത്താനുള്ളത് എനിക്കറിയാം. ബട്ട് എന്നാലും എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ത്വര കൊണ്ടാണ് ഞാനിത് ചെയ്യണത്. അതുകൊണ്ട് ആദ്യം ഞാൻ പറഞ്ഞുതരാം, ഇതാരും ചെയ്യാൻ നിൽക്കരുത്. സ്പ്രേ ആണ് സാധനം. എന്തെങ്കിലും പറ്റി ആ ചേച്ചി അങ്ങനെ ചെയ്തത് കണ്ടിട്ട് ഞാൻ ചെയ്തേ എന്ന് പറഞ്ഞ് എന്നെ പൊങ്കലിടാൻ ആരും വരണ്ട. ഇതാരും ചെയ്യരുത്. ഇതെങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടി ചെയ്യുന്നേ ഉള്ളൂ. ഞാനിതൊരു ക്യാൻഡിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഫസ്റ്റ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ സ്പ്രേൻ്റെ ആ പമ്പുണ്ടല്ലോ, അതിൻ്റെ അവിടുത്തെ ആ പോർഷൻ കട്ട് ചെയ്തിട്ട് അതിനുള്ളിൽ കൂടെ നമുക്ക് ബഡ്സ് ഇട്ട് കൊടുത്ത് കത്തിക്കാം എന്നതായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. അതായത് സ്പ്രേ ഇരുന്ന് കത്തിക്കാം എന്നല്ല കേട്ടോ. അതിൻ്റെ മേലെ എണ്ണ പാർന്നിട്ട് കണ്ടോ, ഇവിടെയാണ് ചീറ്റിപ്പോയത്. ആ എണ്ണ മൊത്തം താഴേക്ക് പോണേ. അതെന്താ ഇതിൻ്റെ കെമിസ്ട്രി എന്നെനിക്കറിയത്തില്ല, അത് വേറെ കഥ. അപ്പോൾ സ്പ്രേ ആണ് മേൽ പോർഷനിൽ വന്നേക്കുന്നത്. എന്നാലും അത് കത്തിച്ചാലൊക്കെ ഒരു സമാധാനമുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൻ്റെ സെൻറ്റർ ഭാഗം ഓട്ടാക്കിയിട്ട് അതുമ്മൽ പഠിച്ച് വെച്ചാണ്ട് വെച്ചു. താഴ്ഭാഗത്തേക്ക് പോകുമ്പോൾ അത് കത്തുന്നുള്ളതുകൊണ്ട് ഞാനത് നിർത്തി. എന്നിട്ടും എനിക്ക് മതിയായില്ല. ഇനി അടുത്ത പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് പെയിൻറ്റ് അയച്ചു കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ഇത് അയച്ചു കൊടുത്ത് അടച്ച് വെച്ച് ഇതെനിക്കിഷ്ടപ്പെട്ടു. ബട്ട് ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത മാതിരി ആരും ചെയ്യരുത്. അത്യാവശ്യം നല്ല സേഫ്റ്റിയിൽ വേണം ചെയ്യാൻ. കയ്യോ കാലോ കണ്ണോ മൂക്ക പോയോ എന്ന് പറയരുത്. ഇതിങ്ങനെ ആയി കളിക്കുന്നത് കാണാൻ രസമുണ്ട്. എന്നിട്ടും എനിക്ക് മതിയായില്ല. ഇനി എൻ്റെ അടുത്ത പ്ലാൻ ഇതിലൊരു ടോയ് ഇട്ട് കൊടുക്കുക എന്നായിരുന്നു. അതായത് ഇങ്ങനെ ഇളകി കളിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയല്ലേ. ഇതേപോലെ ഞാൻ ലാസ്റ്റ് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിലാണ്ട് അവസാനിപ്പിച്ചു.